മലയാളി ഫ്രം ഇന്ത്യ, മലയാളി ഫ്രം ഇന്ത്യ. ആ പടം ഇന്നലെ പോയി കണ്ട്. അയ്യോ, വിചാരിച്ചതേ അല്ല പടം. എൻ്റെ ഡിജോ ജോസ് ആൻ്റണി, എന്താ പറയുക, ദേവിൻ്റെ തിരിച്ചു വരവ്. ഇത് സക്സസ്ഫുള്ളാണ്. ഇത് പടം അടിക്കും, നല്ല ഹിറ്റ് സാധനമായിരിക്കും. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ടീസർ എൻഡ് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് 3 Idiotsലെ ആ ഒരു ട്യൂണിലുള്ള ഒരു വൈബ് പാട്ടായിരുന്നു തുടക്കം. മാച്ച് ചെയ്യുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനോ മാച്ച് ചെയ്യുന്നുണ്ട് സംഭവം, ആ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലാഷ് ബാക്ക് നോൺ ലീനിയർ പാറ്റേണിലാണ് കഥ പറഞ്ഞോണ്ട് നാട്ടിൻപുറത്ത് ഇവരിൻ്റെ സിറ്റുവേഷൻ സ്റ്റോറി ബിൽഡ് ചെയ്യണ സംഭവമാണ്. ഫസ്റ്റ് നമ്മുടെ ഗോപിയുടെ ബിൽഡപ്പ്, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ധ്യാൻ വരുന്നുണ്ട്. ധ്യാനിൻ്റെ അത്തിരി ഓവറാണ്, ബട്ട് സഹിച്ചിരുന്ന് കണ്ടേ പറ്റൂ. പൊളിറ്റിക്സ് കയറിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ പൊളിറ്റിക്സോട് പൊളിറ്റിക്സാണ്. എന്തിനും ഇത്രയും അധികം അത് ആ കഥയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് ഡിജോ പറഞ്ഞിട്ടുണ്ട്. ഞാനീ പടത്തിൽ കോമഡി കുത്തിക്കയറ്റിലാണ്. അത് കറക്റ്റാണ്. കോമഡി അധികമൊന്നും കുത്തിക്കയറ്റിയിട്ടില്ല. പക്ഷെ പൊളിറ്റിക്സ് എന്താണ്, മിനിറ്റിന് ഓരോ സാധനങ്ങളാണ് ഇടുന്നത്. ഇവർ സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ റീൽസൊക്കെ, അതായത് ഈ റീൽസൊക്കെ കാണാനാണ് ഇഷ്ടം എന്ന് അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്കാണെങ്കിൽ പൊളിറ്റിക്സ് പറഞ്ഞേ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും അത് കണ്ടതിൻ്റെ റിവ്യൂസിലൊക്കെ പറയണത് ഇതിൻ്റെ ഗ്രാഫ് പൊങ്ങിയും താഴ്ന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നത്, റീൽസ് കൾച്ചറിൽ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൈ മൊമെൻറ്റ് വേണം, എന്നാലേ അത് ഹുക്ക് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ത് പറ്റി, ഇവർ ഹുക്ക് ചെയ്യണത് പൊളിറ്റിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലൊക്കെ ഇടയ്ക്ക്, അതായത് ഇപ്പോൾ ഒരു പടത്തിലൊരു ഒരു 60 സീൻ, ഒരു 10-20 സീനിലൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല. ആ റേഷ്യോ കീപ്പ് ചെയ്യണം. ഇതിലങ്ങനെ റേഷ്യോ കീപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ കുറച്ച് ഒന്നും കൂടിപ്പോയി. ഞാൻ എൻറ്റയർലി പ്രശ്നമായിട്ടുണ്ടെന്നല്ല പറയുന്നത്, ആ സെറ്റാർ പിടിച്ചതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒക്കെ ഒന്നും ഒരു മുഴച്ച് നിൽക്കുന്ന പോലെ എല്ലാം ഇത് പറഞ്ഞ് ഇത് ഇവിടെ ഇടാം, ഇത് അവിടെ ഇടാം, അങ്ങനെ നമ്മൾ ഒരു ഫ്ലോയിലല്ലാണ്ട് ഒരു ഡിസ്ക്രീറ്റായിട്ട് അവിടെ കുത്തിക്കയറ്റിയ പോലെ ഒരു ഫീലിംഗ് വന്നു. പിന്നെ എടുത്തു പറയാനുള്ളത്, ഷൈൻ ടോം ചാക്കോ ഇടയ്ക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളി അതാണ് ഡയലോഗൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്നും വിഷയമില്ല. പക്ഷെ അതിൻ്റെയും എന്താ പറയുക, അതും ഒരു ഓവർ ദ ടോപ്പ് സാധനമായിരുന്നു. ലൈക്ക് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റി ചുമ്മാ ഇങ്ങനെ പൊക്കിയടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റൊക്കെ നടത്തിയിട്ട് പറയുമ്പോൾ ഫൈൻ, അതങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകും. എക്സ്പ്ലിസിറ്റായിട്ട് പറയുമ്പോൾ നമുക്കൊരു ക്രിഞ്ച് ഫീലിങ് വരും. അതിൽ ധ്യാനേ പറയുന്നുണ്ട്, ക്രിഞ്ച് ആ സാധനം, അതാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് നമ്മുടെ അറബിക്കഥയിലെ പോലെ ശ്രീനിവാസൻ നാട്ടിൽ പാർട്ടി പരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട് വീണു. അതായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഇത് എക്സാക്ട്ലി അതന്നെ. സെക്കൻഡ് ഹാഫ് നമ്മുടെ ആടുജീവിതത്തിൻ്റെ സ്പൂഫ്. അതിൽ സീരിയസ് ടോൺ പിടിച്ച് ഇതിൽ അയ്യോ പക്ക. അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ പ്ലോട്ട് മാറി, മൊത്തം ചേഞ്ചായിട്ട്. പിന്നെ ആക്ച്വലി 2 ക്യാരക്ടേഴ്സ് ഇതിൽ സെക്കൻഡ് ഹാഫിലുണ്ട്. അതിൽ പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞൊരാളായിട്ട് പുള്ളി കുഴപ്പമില്ല, അത്യാവശ്യം ആയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് എല്ലാം ഒരു മെക്കാനിക്കൽ പോലെ തോന്നി. ആ കഥയ്ക്കൊരു ഇതില്ലാത്ത പോലെ, ഒരു കാമ്പില്ലാത്ത പോലെ തോന്നി. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ചില ഇടങ്ങളിലൊക്കെ വർക്കായിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു എന്താ പറയുക, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണതും ആ ഒരു ത്രട്ടണിങ് സീനും, അങ്ങനെ കുറച്ച് അവിടങ്ങളിൽ സംഭവം കയറിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ആ വഴിക്ക് പോയി. പിന്നെ അവസാനം എത്തുമ്പോൾ ഭയങ്കര എമോഷണലാക്കി ട്രൈ ചെയ്തത്, അതായത് ഇവർ മീറ്റർ പിടിച്ചിരിക്കുന്ന സെറ്റാറിക്കലാണ്. അപ്പോൾ അതിൽ ആ ഒരു മീറ്ററിൽ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇവർക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയും വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഫൺ മൂഡ് ബ്രേക്ക് ചെയ്തിട്ട് ഇമോഷണലാകും. അത് എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ. പക്ഷേ അതിൻ്റെ ഗ്രാഫ് ആ ഒരു കറക്റ്റായിട്ട് പോകുമ്പോൾ നമുക്ക് അറിയില്ല ഇനി ഇതൊക്കെ എന്താ പറയുക,
ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് അത് നമ്മൾ അപ്പോൾ ചിന്തിക്കില്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം പോകും. പക്ഷെ ഇവിടെ ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ല. നമുക്ക് ഒന്നാമത് ഓൾറെഡി ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, നമ്മളെ പാച്ചു അത്ഭുതവിളക്കിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എക്സാക്ട്ലി ഇതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം അതെന്താ സംഭവിക്കാൻ പോകണമെന്ന്, അതൊക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെ ഒരു ആവറേജ് ഫ്ലിക്കാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഫാമിലിയോടൊപ്പം പോയിട്ട് എൻജോയ് ആയിട്ട് വരാവുന്ന അത്യാവശ്യം കോമഡി, ധ്യാൻ്റെയൊക്കെ കോമഡി, അതായത് ആദ്യമൊക്കെ ഫസ്റ്റ് ഭയങ്കര ക്രിഞ്ചായിരുന്നു, ഇങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത് തോന്നലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ആ സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആരും വെട്ട് കിട്ടിയതിന് ശേഷമുള്ള ധ്യാൻ്റെ കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ അതെനിക്ക് വർക്കായി. അത്യാവശ്യം അവിടെങ്ങളിലൊക്കെ രസമുണ്ടായിരുന്നു. ബട്ട് അതന്നെ ഓവറോൾ ഒരു ആവറേജ് മൂവി.